ാണ് ഫാഷിസമായി തീരുക. തീർച്ചയായും സുഹൃത്തിന്റെ സംസാരങ്ങളിൽ നിന്ന് ഏതൊക്കെയോ തരങ്ങളിലുള്ള ചില പ്രത്യയ ശാസ്ത്രങ്ങൾ, ആ പ്രത്യയ ശാസ്ത്രങ്ങളിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. ഏതാണെന്ന് വ്യക്തമാണെങ്കിലും ഇല്ലെങ്കിലും, പക്ഷേ തിരിയുന്നവർക്ക് വ്യക്തമാണ് താനും, വേറെ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രത്യയ ശാസ്ത്രങ്ങൾ ശരി എന്ന് വിശ്വസിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അല്ല എന്ന് വിശ്വസിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല? ഉണ്ട്. മുതലാളിത്തം ശരിയാണെന്ന് എനിക്ക് വിശ്വസിക്കാം. മാർക്സിസമാണ് സത്യമെന്ന് മാധവന് വിശ്വസിക്കാം. ഇതൊന്നുമല്ല സത്യം, മറ്റേതെങ്കിലും ഒരു ഭൗതിക പ്രത്യയ ശാസ്ത്രമാണ്, നിയോ മാർക്സിസമാണ് ശരി എന്ന് വേണമെങ്കിൽ മറ്റൊരാൾക്ക് വിശ്വസിക്കാം. പക്ഷെ എല്ലാം ശരിയാകുമോ? സ്വകാര്യ സ്വത്ത് നിലനിന്നാലേ പുരോഗതിയുണ്ടാകൂ എന്ന് പറയുന്ന മുതലാളിത്തവും, സ്വകാര്യ സ്വത്തിന്റെ നിഷ്കാസനത്തിലൂടെ മാത്രമേ മനുഷ്യർക്ക് മോചനമുള്ളൂ എന്ന് പറയുന്ന കമ്മ്യൂണിസവും എങ്ങനെയാണ് ഒരേപോലെ ശരിയാവുക? ശരിയാവില്ല. ഏതോ ഒന്നാണ് ശരി. ആ ശരി ഏത് എന്ന അന്വേഷണം അനിവാര്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അവിടെ തീർച്ചയായും തുറന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം തെറ്റെന്നോ എല്ലാം ശരിയെന്നോ അംഗീകരിക്കലാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. ആ ധാരണ തന്നെ കാപട്യമാണ്, അല്ലേ? കാപട്യമല്ലാതെ എന്താണത്? മതൻ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. ഏകനായ സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, സൃഷ്ടിപൂജ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ദർശനങ്ങൾ, യേശു ദൈവത്തിന്റെ ദാസനാണെന്നും പ്രവാചകനാണെന്നും വിശ്വസിക്കുന്ന ഇസ്ലാം, യേശു ദൈവം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ദർശനങ്ങൾ, ഇത് എല്ലാം കൂടി എങ്ങനെ ശരിയാകും? ഇസ്ലാം തെറ്റാം, പക്ഷെ നമുക്ക് അന്വേഷിച്ചൂടെ? എന്തിന് അന്വേഷണത്തെ? എല്ലാം ശരിയാകും എന്ന് വിചാരിച്ച അന്വേഷണത്തെ എന്തിനു തടയണം? നമ്മുടെ മാധവൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ബഹുഭൂരിപക്ഷം ആളുകളും മാതാപിതാക്കൾ അങ്ങനെയായതുകൊണ്ട് അങ്ങനെയാകണമോ നമ്മൾ? അത്ര മോശമാകണമോ നമ്മൾ? ഭൗതിക കാര്യങ്ങളിൽ ഒന്നും മാതാപിതാക്കൾ അങ്ങനെയായതുകൊണ്ട് അങ്ങനെയെന്ന് തീരുമാനിച്ചില്ല. എന്റെ പിതാവ് എന്ത് ജോലി സ്വീകരിച്ചു ആ ജോലി തന്നെ ഞാൻ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പിതാവ് പഠിച്ചതേ ഞാൻ പഠിക്കൂന്ന് ഞാൻ കരുതിയില്ല. നമ്മളെല്ലാം അങ്ങനെ. ഒരു സോപ്പ് തേക്കുമ്പോൾ പോലും നമ്മൾ അന്വേഷിക്കും ആ സോപ്പ് ഏതാ നല്ലത്. എന്റെ അച്ഛൻ മുതലേ തേച്ചു വന്നിട്ട് സാബൂന്, അതുകൊണ്ട് ഞാൻ സാബൂനെ തേക്കുന്നു നമ്മളാരും വിചാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഓരോ ചെറിയതും വലുതുമായ കാര്യങ്ങളിൽ നമ്മൾ അന്വേഷിക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതം എന്നത് ഒരു ചെറിയ കുട്ടിക്കളിയല്ല. വെറുതെ ഒരു ജീവിതത്തിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കാനുള്ള ഒരു ഏർപ്പാടല്ല മതം. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ലക്ഷ്യത്തിലുള്ള വിശ്വാസം അതിന്റെ അടിത്തറയാണ്. ഞാൻ മരണപ്പെടും, മാധവൻ മരണപ്പെടും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മരണപ്പെടും, ഒരു ആത്യന്തികമായ സത്യം. ഈ മരണത്തിന് ശേഷം ശാശ്വതമായ ഒരു ജീവിതമുണ്ട് എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. തീർച്ചയായും അന്വേഷിക്കുവാൻ മാധവന് സ്വാതന്ത്ര്യമുണ്ട്, നമുക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഉണ്ട് എന്ന് ഞാനിവിടെ സംസാരിക്കുന്നു എന്നത് എത്രത്തോളം വലിയ ശരിയാണോ? നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് എത്രത്തോളം വലിയ ശരിയാണോ? അതേപോലെ ഞാൻ മരിക്കുമെന്നത് ഒരു സത്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. അതേപോലെ അല്ല, അതിനേക്കാൾ അധികം മരണത്തിന് ശേഷം നമ്മളെല്ലാം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നും കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? ആ വിശ്വാസം എനിക്ക് വെറുതെ ഉണ്ടായതല്ല, എന്റെ മാതാപിതാക്കൾ പകർന്നു തന്നതല്ല. എന്റെ മാതാപിതാക്കൾ പകർന്നു തന്നിട്ടുണ്ട് വിശ്വാസങ്ങൾ. പക്ഷേ എനിക്ക് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നു എന്നതുപോലെ സത്യമാണ് മരണാനന്തര ജീവിതം എന്ന് പറയാൻ ഉള്ള വിശ്വാസം എനിക്ക് തന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നതൊരു വസ്തുതയായി പൂർണ്ണമായി ഒരു യാഥാർത്ഥ്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ആ മരണാനന്തര ജീവിതത്തിലെ രക്ഷയാണ് മനുഷ്യ കർമ്മങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയാകുമ്പോ ആ രക്ഷയുടെ മാർഗം നിങ്ങളുമായി പങ്കുവെക്കുക എന്നത് എന്റെ ബാധ്യതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു. അതെങ്ങനെ ഫാഷിസമാകും? ഞാൻ ആരെയും ചീത്ത പറയുന്നില്ല, ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല.
നിങ്ങളുടെ ബുദ്ധിയുടെ മുന്നിൽ, ചിന്തയുടെ മുന്നിൽ, പരിശോധനയുടെ മുന്നിൽ ഞാൻ ഈ സംഭവം സമർപ്പിക്കുന്നു. അത് ഫാഷിസമാണെങ്കിൽ ആ ഫാഷിസം എനിക്ക് പഥ്യമാണ് എന്ന് പറയാൻ എനിക്ക് നിർവാഹമുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഇത് സത്യമാണ് എന്ന് ബോധ്യമുള്ളൊരു കാര്യം ലോകത്തിന്റെ മുന്നിൽ പച്ചയായി അവതരിപ്പിക്കാൻ. തീർച്ചയായും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എളുപ്പമുള്ള മാർഗ്ഗം എല്ലാം ശരി എന്നുള്ള തത്വത്തിൽ എത്തിച്ചേരാന്നുള്ളത് വളരെ എളുപ്പമാണ്. നമ്മൾ തർക്കിക്കാന്ന് വിചാരിക്കുക, രണ്ടുപേർ രണ്ടും 4 ഒരാൾ, രണ്ടും 5 വേറൊരാൾ, ഭയങ്കര തർക്കം. അപ്പൊ ഒരു മൂന്നാമൻ വന്നിട്ട് പറയാ, എന്തുകൊണ്ട് ഈ തർക്കം നമുക്കൊരു കോംപ്രമൈസിൽ എത്തിക്കൂടാ? രണ്ടും 4 ശരി, 4 ആകാം, 5 ചിലപ്പോഴെല്ലാം ആകാമെന്ന് സമ്മതിച്ചു കൊടുത്തേക്ക്. എന്താണ് കുഴപ്പമോ? സമ്മതിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമോ? അപ്പൊ 2 5ന്റെ ആള് പറയാന്ന് വിചാരിക്കുക, എനിക്കത് മതി, ഞാൻ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കാൻ തയ്യാറാ, പക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് മാത്രം എന്നോട് പറയരുത്. അയാൾക്ക് അത് ശരിയുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് ശരിയായിക്കൂടാ? തത്വശാസ്ത്രമാണ്. പക്ഷെ കണക്കറിയണം എന്ത് പറയും? കണക്കറിയുന്നയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അല്ലെ, കണക്കറിയുന്ന ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരക്ഷരനായ അല്ലെങ്കിൽ കണക്കറിയാത്ത ഒരാൾക്ക് പറയാം, അതും ശരിയാകാലോ, ശരിയാകാം. എത്ര സുന്ദരം, എത്ര വിശാല വീക്ഷണം, എത്ര വലിയ വീക്ഷണം. അയാൾ 2 5ന്റെ ആളാ, പക്ഷെ എന്നിട്ട് പോലും അയാൾ മറ്റാളെ നാളെ സമ്മതിച്ചു കൊടുത്തില്ലേ? എത്ര വിശാല വീക്ഷണം പറയാം. പക്ഷെ അത് വിശാല വീക്ഷണാണോ? ഇവിടെയാണ് ശരി അന്വേഷിക്കണം എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായും ഇസ്ലാം ശരിയാകാം, ഹിന്ദുത്വം ശരിയാകാം, ക്രൈസ്തവത ശരിയാകാം, മാർക്സിസം ശരിയാകാം, ക്യാപിറ്റലിസം ശരിയാകാം, ഏതുമാകാം. പക്ഷെ മനുഷ്യർ എന്നുള്ള നിലക്ക് അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്.